പ്രൈസ് ദി ലോർഡ്. ആദ്യമേ തന്നെ നല്ലൊരു പുതുവർഷം എല്ലാവർക്കും നേർന്നുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ നമുക്ക് ആരംഭിക്കാം. താമസിച്ചു പോയി എന്നൊന്നും ആർക്കും തോന്നണ്ട കേട്ടോ. ജനുവരി മാസം മൊത്തം നമുക്ക് അന്യോന്യം ആശംസിക്കാനുള്ള മാസം തന്നെയാണ്. അതുകൊണ്ട് എഗെയിൻ എ വെരി ബ്ലെസ്സഡ് ഹാപ്പി 2025 എല്ലാവർക്കും ഞങ്ങൾ നേരുന്നു. ഒരു വർഷം പുലർന്നു വരുമ്പോൾ അനേകർക്കും അനേകമായ ഭയങ്ങൾ ഹൃദയത്തിലുണ്ട്. കാരണം കഴിഞ്ഞ വർഷം നമുക്ക് സമ്മാനിച്ച നമ്മുടെ ചില അനുഭവങ്ങളായിരിക്കാം. നമ്മൾ എന്തെല്ലാം ഇനി കേൾക്കണം, എന്തെല്ലാം ഇനി അനുഭവിക്കണം, എന്തെല്ലാമാണ് മുമ്പിൽ കാണാൻ പോകുന്നത്, കേൾക്കാൻ പോകുന്നത്, നമ്മൾ എന്താണ് കാത്തിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഒരു ഭയം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. എന്നാൽ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ദൈവിക സമാധാനം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. 2024 അവസാനം തുടങ്ങി 2025 ആരംഭത്തിലും അനവിധമായ സന്ദേശങ്ങൾ ഞങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. ഒത്തിരി മെസ്സേജുകൾ ഞങ്ങൾ കേട്ടു. എന്നാൽ എൻ്റെ ഹൃദയത്തെ ആകർഷിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഒരു ദൈവിക സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. അത് ഞാൻ ഒരു വ്യക്തിയിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി അതിനകത്ത് ചൈതന്യം തോന്നി, അല്ലെങ്കിൽ ഒരു കൺഫർമേഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളോടും പങ്കിടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മറ്റാരുമില്ല, നമ്മുടെ ബ്രദർ ജിയോ നാസറേത്ത് പ്രസംഗിച്ചിട്ട ഒരു വിഷയമാണ്. അതിനെ ഞാൻ ചിലതൊന്ന് അടർത്തിയെടുത്തും നിങ്ങൾക്കൂടെ പങ്കുവയ്ക്കുവാൻ തക്കണം എൻ്റെ അനുഭവമായി ചേർത്തുകൊണ്ട് അതിനെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനാണ് ഇന്ന് പകൽ ഞാൻ ആഗ്രഹിക്കുന്നത്. 2025 will be a year of divine justice of God for all of us. 2025 നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ദിവ്യമായ നീതി വെളിപ്പെടുന്ന വർഷമാകുന്നു. What's the number one? It will be a time of God's action. The waiting period is over. ഒന്നാമതായി 2025 സകല കാത്തിരിപ്പുകൾക്കും അവസാനം കുറിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്ന വർഷം. It will be a time where God is going to reward you. At the same time, He will punish your enemies. രണ്ടാമതായി 2025 നീതിയോടെ ദൈവം നമുക്ക് പ്രതിഫലം നൽകി തരുന്ന വർഷം. മറുഭാഗത്ത് നീതിയോടെ തന്നെ ദൈവം നമ്മുടെ ശത്രുക്കളെ ശിക്ഷിക്കുന്ന വർഷം. And it will be a time for God to show His mercy and forgiveness to you, but His vengeance on your enemies. 2025 ദൈവം തൻ്റെ ജനത്തോട് കരുണ കാണിച്ച് അവരോട് ക്ഷമിക്കുന്ന വർഷം. മറുഭാഗത്ത് ദൈവം തൻ്റെ ശത്രുക്കളോട് അതേ പകരം ചെയ്യുന്ന വർഷം. The fourth blessing is it will be a time where God is going to defend you from your persecutors. 2025 നമ്മളെ പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ദൈവം നമ്മളെ നീതിയോടെ വിടുവിക്കുന്ന വർഷം. And the fifth one, it will be a time of divine healing. അഞ്ചാമതായി 2025 നീതിയുള്ള ദൈവം ദിവ്യമായ സൗഖ്യം നമ്മുടെ ദേഹിയാത്മാവിൽ നൽകി തരുന്ന വർഷം. Luke chapter 21 verse 22. This is your promised word. And the word says this way, for these are the days of rendering full justice, that all things which are written may be fulfilled. അത് മലയാളത്തിൽ പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 22 വാക്യം നിങ്ങൾക്കായി ഞാൻ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 22 വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാക്കേണ്ടതിന് ആ നാളുകൾ പ്രതികാര കാലമാകുന്നു. അതെ, ഇത് തന്നെ ദൈവം എന്നോടും നിങ്ങളോടും വാഗ്ദത്തം ചെയ്യുന്നു. വീണ്ടും നമുക്ക് വായിക്കുവാൻ കഴിയും. യെശയ്യാവ് 1 അധ്യായം അതിൻ്റെ 24 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ വൈരികളോട് പക വീട്ടി എൻ്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും. ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? അതെ, 2025 ദൈവം പ്രതിഫലം നൽകി തരുന്ന വർഷമാണ്. 2025 ദൈവം നമ്മുടെ ശത്രുക്കളോട് പകരം ചെയ്ത് അതേ പ്രതിക്രിയ ചെയ്യുന്ന വർഷം എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയത്തില്ല. ഞാനത് വിശ്വസിക്കുന്ന കാരണം വർഷങ്ങളായില്ലേ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, വർഷങ്ങളായില്ലേ നമ്മൾ കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട്, വർഷങ്ങളായില്ലേ നമ്മൾ ദൈവത്തെ അനുസരിക്കുവാൻ തുടങ്ങിയിട്ട്. ഏത് വചനം അനുസരിച്ചാൽ, എങ്ങനെ ആരാധിച്ചാൽ, എന്ത് ചെയ്താൽ നമുക്കൊരു വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തെ പിൻപറ്റുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളും കാലങ്ങളുമായില്ലേ. എന്നാൽ ദൈവം പറയുന്നു, നിന്റെ കാത്തിരിപ്പിന് അവസാനം വന്നിരിക്കുന്നു. അതെ, യുവർ വെയിറ്റ് ഈസ് ഓവർ. ശത്രുവിൻ്റെ എല്ലാ പ്രവർത്തികൾക്കും ദൈവം ഒരു എക്സ്പയറി ഡേറ്റ് കുറിച്ചിരിക്കുന്നു. ആ കുറിച്ചിരിക്കുന്ന ദിവസമാണ്, വർഷമാണ് 2025. ഇനിയെങ്കിലും നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുമോ? അതെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നു. ദൈവത്തിൻ്റെ വചനം 2 തെസ്സലോനിക്കർ അത് 1 അധ്യായം അതിൻ്റെ 8 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും, അതെ നിന്റെ ശത്രുക്കൾക്ക് പീഡ, നിന്റെ ശത്രുക്കൾക്ക് പ്രതികാരം, നിന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്ത് ദൈവം നമ്മളെ രക്ഷിക്കുന്ന വർഷമാണ് 2025. നിങ്ങൾക്കോ ദൈവത്താലുള്ള ആശ്വാസം, ദൈവത്താലുള്ള
രക്ഷ ദൈവം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളെ രക്ഷിക്കുന്ന വർഷം, നിങ്ങളെ വിടുവിക്കുന്ന വർഷമാണ് 2025 എന്നുള്ളത് വിശ്വസിക്കാൻ മാത്രമല്ല ഒരു ദിവസവും അത് ഏറ്റുപറഞ്ഞ് അതിനായി കാത്തിരിക്കുക. ദൈവം നിശ്ചയം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുമെന്നുള്ളത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് തന്നെ ന്യൂ ഇയർ ഗിഫ്റ്റായി ഞങ്ങൾ നിങ്ങൾക്ക് നൽകി തരുന്നു. May the good Lord bless you and keep you throughout 2025.